അതിരപ്പള്ളിയിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ മഹീന്ദ്രൻ നയോമിയോട് ചോദിച്ചു. നീ വിജയാനന്ദനെ അഭിനയിക്കാൻ ചെന്നിട്ട് അഭിനയം വരുന്നില്ലായിരുന്നെന്ന് കേട്ടല്ലോ. അതിലെ പരിഹാസം തിരിച്ചറിഞ്ഞെങ്കിലും നയോമി അതിനെ മറ്റൊരു തരത്തിലുള്ള പരിഹാസം കൊണ്ട് നേരിട്ടു. ഇതൊക്കെ ആര് പറഞ്ഞു? ഞാൻ നല്ല സൂപ്പർ അഭിനയമായിരുന്നെന്നാണ് വിജയാനന്ദ സാർ പറഞ്ഞത്. മുമ്പ് അഭിനയിച്ച എപ്പിസോഡുകളിലൊന്നും ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടില്ലത്രേ. നയോമി തിരിച്ചു തന്നതാണെന്ന് മഹേന്ദ്രന് മനസ്സിലായി. വിജയാനന്ദ് മന്ദബുദ്ധിയല്ലേ? അയാൾക്ക് ഡയറക്ഷൻ എന്താണ്, അഭിനയം എന്താണ് എന്നറിയാമോ? നിർമ്മാതാവായിട്ട് വന്നവൻ 8 നിലയിൽ പൊട്ടിയപ്പോൾ വേറൊരു പണിയും കിട്ടാഞ്ഞ് സംവിധായകൻ്റെ കുപ്പായം ഒരെണ്ണം തയ്പ്പിച്ചിട്ടു, അത്ര തന്നെ. ജനിച്ചപ്പോഴേ സംവിധായകൻ്റെ തൊപ്പിയും തലയിൽ വെച്ച് കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ സാറേ? മാർട്ടിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. അയാൾ അർത്ഥഗർഭമായി മഹീന്ദ്രനെ നോക്കി. മഹീന്ദ്രൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇനിയിപ്പോൾ ആ സീരിയലിൽ നിൻ്റെ അഭിനയത്തിനായിരിക്കും ഇത്തവണത്തെ ഓസ്കാർ കിട്ടാൻ പോണത്. വിജയാനന്ദ് അതും പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓസ്കാർ കിട്ടാൻ വേണ്ടിയല്ല ഞാൻ അഭിനയിക്കാൻ പോയത്. ആ പ്രൊഡ്യൂസറോട് ഒരു ബാധ്യതയുണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് പൈസയും വേണമായിരുന്നു, നയോമി പറഞ്ഞു. നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ, ഗൗതമിനോട് ചോദിക്കാമായിരുന്നല്ലോ. എനിക്ക് നിങ്ങളെ ആരെയും ഓർമ്മ വന്നില്ല. വിജയാനന്ദ സാർ എഗ്രിമെൻ്റ് കാണിച്ചപ്പോൾ മനസ്സിലായി ആ ജോലി ഞാൻ തീർത്തു കൊടുക്കണമെന്ന്. ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു നീ ഒപ്പിട്ട എഗ്രിമെൻറ്റ്. പക്ഷേ നിങ്ങളെന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചതും പെരുമാറിയതും. അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ഞങ്ങൾ നിന്നോട് പെരുമാറിയിട്ടുണ്ട്. നിനക്കന്ന് ഒരറപ്പും തോന്നിയിട്ടില്ല. നിന്നെ വല്ലവരും തട്ടിക്കൊണ്ടുപോയി 2 ആഴ്ചക്കാലം ബലാത്സംഗം നടത്തിയിട്ട് തിരിച്ചെത്തിയ ശേഷമാണല്ലോ നീ ചാരിത്രവതിയായത്. മനുഷ്യൻ നന്നാവാൻ മനസ്സ് വെടുപ്പാക്കിയാൽ മതി സാറേ. ശരീരം എത്ര കഴുകി ശുദ്ധമാക്കിയാലും ആ മനുഷ്യൻ നല്ലവനെന്ന് ആരും പറയില്ല. നല്ല മനസ്സുള്ളവൻ കുളിച്ചില്ലെങ്കിലും വസ്ത്രം അലക്കിയില്ലെങ്കിലും അവൻ സന്മനസ്സുള്ളവൻ തന്നെയാണ്. ഈ സദാചാര പ്രസംഗം ഒക്കെ നീ എവിടുന്ന് പഠിച്ചു? അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ അതിശയം. നയോമി ഒന്നും മിണ്ടാതെ ജനാലയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു. നയോമ വീട്ടിലും ഇങ്ങനെയാണോ കൃഷ്ണാമ്മേ? ആപ്തവാക്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ? മഹീന്ദ്രൻ ചോദിച്ചു. ഇവളെ കാണാണ്ടായിട്ട് തിരിച്ചു വന്ന ശേഷം ഭയങ്കര മാറ്റമാണ് സാറേ. മുമ്പൊക്കെ എന്ത് ചെയ്തിരുന്നോ അതിനെല്ലാം എതിരായിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടോത്രം. മഹീന്ദ്രൻ അത് കേട്ട് ചിരിച്ചു. ഒരു കൂടോത്രവും ഇല്ല കൃഷ്ണമ്മേ, ഇതൊക്കെ ഇവളുടെ തന്ത്രങ്ങളല്ലേ. ബോധമുള്ളവളായിട്ട് നിന്നാൽ ഇവൾക്ക് പലതും തുറന്നു പറയേണ്ടി വരും. ഇവളെ ആരെ തട്ടിക്കൊണ്ടുപോയത്? 16 ദിവസത്തോളം ഇവളെ അവരെന്ത് ചെയ്തു എന്നൊക്കെയുള്ള സംഗതികൾ വെളിച്ചത്ത് വരും. അത് ഇവൾക്ക് ഭയങ്കര നാണക്കേടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടവല്ലേ ഈ ഓർമ്മക്കുറവൊക്കെ. നയോമി അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. വിജയാനന്ദൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നീ അഭിനയിക്കാറില്ലെന്ന മട്ടിൽ സീനുണ്ടാക്കിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അയാളുടെ കയ്യിൽ പൈസ വാങ്ങിച്ചെടുത്തിട്ട് നടത്തിയ പ്രഹസനം ഐഡിയ കൊള്ളാമായിരുന്നു. പക്ഷേ വിജയാനന്ദൻ്റെ മുമ്പിൽ അത് ചീറ്റിപ്പോയി. അയാൾ ആരാ മോൻ? പാറക്കല്ല് പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്നവനാ. നയോമി നിശബ്ദയായി കേട്ടുകൊണ്ടിരുന്നു. അവൻ്റെ സീരിയൽ ഏത് ചാനലുകാരാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. പൊളിക്കും ഞാൻ അവൻ്റെ സീരിയൽ. അവൻ റീറെക്കോർഡിങ്ങിന് മ്യൂസിക് ഡയറക്ടറെ കിട്ടാതെ ഓടി നടക്കുകയാണ്. ഇതിനകം തന്നെ അവൻ 3 പേരെ മാറ്റി മ്യൂസിക് കൊള്ളില്ലെന്ന് പറഞ്ഞ്. ആ 3 പേർക്കും മ്യൂസിക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല അവൻ്റെ മ്യൂസിക് കുളമായത്. ഞാൻ അവരോട് പറഞ്ഞ് കുളമാക്കിച്ചതാണ്. അങ്ങനെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർമാർ ചെയ്യുമോ? അവരുടെ ഗുഡ് വില്ലല്ലേ നഷ്ടപ്പെടുന്നത്. മോശം മ്യൂസിക് ചെയ്യുന്നവരാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വിളിക്കുമോ? എൻ്റെ അടുത്ത പടത്തിൻ്റെ മ്യൂസിക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏത് മ്യൂസിക് ഡയറക്ടറും സമ്മതിക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്യും, മഹീന്ദ്രൻ വീറോടെ പറഞ്ഞു. സ്വന്തം ചോറിൽ മണ്ണ് വാരിയിടുന്നവനും എവിടെയെങ്കിലും തിരിച്ചടി കിട്ടാതിരിക്കുമോ സാറേ? ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ സാറ് മറ്റുള്ളവർക്ക് പാര പണിയുന്ന ആളാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നില്ല. മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് എങ്ങനെ തോന്നുന്നു സാറേ? നിന്നെ അയാളുടെ സീരിയലിൽ അഭിനയിപ്പിക്കാൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അയാൾ എനിക്കാണ് പാര വെച്ചത്. അയാൾക്ക് വളരെ വ്യക്തമായിട്ടറിയാവുന്ന കാര്യമാണ്, സീരിയലിൽ അഭിനയിക്കുന്ന നടിയെ നായികയാക്കി സിനിമ ചെയ്താൽ ആ സിനിമയുടെയും ആ നടിയുടെ ഇമേജിന് കോട്ടം തട്ടുമെന്ന്. അപ്പോൾ അയാളെന്താ ചെയ്തേ? എൻ്റെ ചോറിൽ മണ്ണ് വാരിയിടാൻ ശ്രമിച്ചു. ഞാനതിന് തിരിച്ചടിയും കൊടുത്തു, അതേ നാണയത്തിൽ തന്നെ. നയോമി പിന്നെ തർക്കിക്കാൻ നിന്നില്ല. അവർ തർക്കം നിർത്തണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണമ്മ. കാർ ലൊക്കേഷനിലെത്തി. അധികം വൈകാതെ നയോമി മേക്കപ്പ് ഇട്ട് വേഷം മാറി ഒരുങ്ങി. മുമ്പ് ചെയ്ത ചില സീനുകളൊക്കെ ക്ലാഷ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. സീൻ അസോസിയേറ്റ് ഡയറക്ടർ വായിച്ചു കേൾപ്പിക്കും. ഷോർട്സ് ഞാൻ പറഞ്ഞു തരും. ലെറ്റസ് സ്റ്റാർട്ട്, മഹേന്ദ്രൻ പറഞ്ഞു. ഷോട്ട് എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ മഹേന്ദ്രൻ കുറ്റം പറിച്ചിട്ടും തുടങ്ങി. നയോമി എങ്ങനെ അഭിനയിച്ചിട്ടും ശരിയാകുന്നില്ല. ഇതെന്താ ഗോഷ്ടിയോ? ആനിമൽ പ്ലാനറ്റിനുള്ള ഫിലിമല്ലേ ഇത്? അടുത്ത ഷോട്ടും ശരിയാകുന്നില്ല.
ഇയാൾ വിജയാനന്ദൻ്റെ സീരിയലിൽ സൂപ്പർ സ്റ്റാറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതാണോ? ആ മെഴുകുമൊന്തയിൽ എന്തെങ്കിലും റിയാക്ഷൻ താ. ക്രൂവിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ പരിഹാസം. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ നയോമി പ്രതികരിച്ചു. സാറിന് സംവിധാനം അറിയില്ലെങ്കിൽ അതിന് എന്നെയല്ല കുറ്റം പറയേണ്ടത്. സാറ് എവിടെയെങ്കിലും പോയി അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നിന്ന് പഠിക്കണം. അഭിനയിക്കാൻ വരുന്നവരെ ഹരാസ് ചെയ്യുന്നത് അത്ര വലിയ മിടുക്കൊന്നുമല്ല. അതൊരു തരം മനോരോഗമാണ്. ഒന്നുകിൽ സാറ് പണി പഠിച്ചിട്ട് വന്ന് എന്നെ വിളിക്ക്, അതല്ലെങ്കിൽ സാറ് എവിടെയെങ്കിലും കിളയ്ക്കാൻ പോ. നയോമി ഒച്ചയെടുത്താണ് പറഞ്ഞത്. പറയുക മാത്രമല്ല, ചിത്രീകരണം നടക്കുന്നിടത്ത് നിന്ന് വിശ്രമിക്കാനുള്ള ഭാഗത്തേക്ക് പോരുകയും ചെയ്തു. അവൾ ഒരു കസേര എടുത്തിട്ട് അതിലിരുന്നു. ഫോണെടുത്ത് അഷ്ടമൂർത്തിയെ വിളിച്ച് വിവരം പറഞ്ഞു. മഹീന്ദ്രൻ ഓർക്കാപ്പുറത്ത് ചെകിടത്ത് അടികിട്ടിയതുപോലെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അയാളുടെ സിനിമാ ജീവിതത്തിൽ ആണോ പെണ്ണോ ഒരാളും ഇത്ര രൂക്ഷമായി പ്രതികരിച്ചിട്ടില്ല. പായ്ക്കപ്പ്. ഒറ്റ അലർച്ചയ്ക്ക് അന്നത്തെ ഷൂട്ടിംഗ് മതിയാക്കി അയാൾ ഹോട്ടലിലേക്ക് മടങ്ങി. അഭിനേതാക്കളിൽ ചിലർ നയോമിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. നയോമി ആ പറഞ്ഞത് കടുത്തുപോയി. ഒരു ഡയറക്ടറോട് മലയാള സിനിമയിലെ ആരും ഇന്നേ വരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. മഹീന്ദ്രൻ സാർ എന്നോട് എങ്ങനെയാ പെരുമാറിയതെന്നും സംസാരിച്ചതെന്നും നിങ്ങളൊക്കെ കണ്ടതല്ലേ. എന്നെ മനഃപൂർവ്വം ഹ്യൂമിലിറ്റി ചെയ്യുകയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആക്ടിങ് ശരിയായില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു നടിയോട്, അതും വേണ്ട ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങളാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ മഹീന്ദ്രൻ സാറെ ഇങ്ങനെ മോശമായി സംസാരിക്കരുതെന്ന്? ഇല്ലല്ലോ. എന്നോട് ഒരു അതിക്രമം കാണിച്ചപ്പോൾ മിണ്ടാതെ നിന്ന നിങ്ങൾക്ക് ഇപ്പോൾ ന്യായം പറയാൻ എന്താ അവകാശം? കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഷൂട്ടിംഗ് മുടങ്ങിയ ദുഃഖത്തിൽ അവരെല്ലാം പ്രൊഡക്ഷൻ വക വാഹനങ്ങളിൽ താമസ സ്ഥലത്തേക്ക് മടങ്ങി. നയോമി പ്രൊഡക്ഷൻ കൺട്രോളറെ സമീപിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ പോണോ അതോ ഇവിടെ നിൽക്കണോ? വീട്ടിൽ പോകാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇന്ന് പായ്ക്കപ്പ് പറഞ്ഞെന്ന് വെച്ച് നാളെ ഷൂട്ടിംഗ് ഇല്ലയെന്നല്ല അതിനർത്ഥം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, നാളെയും ഷൂട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഹോട്ടലിൽ റൂം പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ വണ്ടി വന്നാൽ ഉടനെ പോകാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബോയ്സിനെ വരെ ഹോട്ടലിൽ കൊണ്ടുവിട്ട ശേഷം ഏറ്റവും ഒടുവിൽ എനിക്കുള്ള വണ്ടി വിട്ടാൽ മതി. നാളെയും ചിലപ്പോൾ ആദ്യ ഷോട്ടിന് തന്നെ പായ്ക്കപ്പ് പറയേണ്ടി വരുന്നുള്ളത് മറക്കണ്ട. മാഡത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഇന്ന് ഡയറക്ടർ അത്രയും ചോദിച്ചതും പായ്ക്കപ്പ് പറഞ്ഞതും? എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട്. ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയാൽ ലക്ഷങ്ങളല്ലേ നഷ്ടം. വല്ലവൻ്റെയും പൈസ പോയാൽ ഡയറക്ടർ സാറിനെന്താ? സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി പോലും മഹീന്ദ്രൻ സാറിനോട് ഇത്ര ധിക്കാരത്തിൽ സംസാരിച്ചിട്ടില്ല. മമ്മൂട്ടിയെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം തിരിച്ചും കിട്ടും. നയോമിയെ അപമാനിക്കുമ്പോഴും അങ്ങനെ തന്നെ, അപമാനമേ തിരിച്ചു കിട്ടും. മാഡം നാളെ ഈ രംഗത്ത് വളർന്നു വരേണ്ട നായികയല്ലേ. ഇതിപ്പോൾ ഇന്ന് തന്നെ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ പരക്കും. ആരെങ്കിലും മാഡത്തിനെ ഇനി സിനിമയ്ക്ക് വിളിക്കുമോ? സിനിമക്കാരെല്ലാം ഒറ്റക്കെട്ട, അത് മറക്കണ്ട. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നയോമി നിന്നെ ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞ ആ നിമിഷം സന്തോഷത്തോടെ ഞാൻ ഇവിടുന്ന് പോകും. പ്രൊഡക്ഷൻ കൺട്രോളർ സുനിൽ കളമശ്ശേരി ഒരു നിമിഷം വാക്കുമുട്ടി നിന്നു. അയാൾ കൃഷ്ണമ്മയെ സമീപിച്ച് ചോദിച്ചു, ഇവൾക്കെന്താ ബോധമില്ലേ? മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പിന്നെ പിണങ്ങിയ ഇവൾക്ക് പിന്നെ സിനിമയിൽ ലൈഫുണ്ടോ? ഇവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പം മുതൽ ആകെ തലതിരിഞ്ഞല്ലോ. ഇതെന്തെങ്ങനെ? ഇവൾക്ക് സിനിമ വേണ്ടേ? എനിക്കറിഞ്ഞുകൂടാ. മഹീന്ദ്രൻ സാറിനോട് പറഞ്ഞ വർത്തമാനം കേട്ടിട്ട് എൻ്റെ തല മരവിച്ചു പോയി. മഹീന്ദ്രൻ സാറാണെങ്കിൽ ഈഗോയും ജാടയും കണ്ടുപിടിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിനേക്കാൾ വലിയ തലക്കനവുമായിട്ട് ചെന്നാൽ സമ്മതിച്ചു തരുമോ? പ്രൊഡക്ഷൻ കൺട്രോളർ കുറേ സമയം അവിടെ തങ്ങി നിന്ന ശേഷം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഒരു കാറിൽ കയറിപ്പോയി. 1.5 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പഴയ അംബാസഡർ കാർ വന്നു. സിനിമയ്ക്ക് ആവശ്യമായ ആർട്ട് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തുരുമ്പെടുത്ത് തുടങ്ങിയ ഒരു കാർ. ഇത് മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാ. നയോമി അതിൻ്റെ റെക്സിൻ കീറിപ്പൊളിഞ്ഞ സീറ്റിൽ കയറിയിരുന്നു പിറുപിറുത്തു. ഹോട്ടലിൽ കൊണ്ടുപോയി നയോമിയെയും കൃഷ്ണമ്മയെയും ഇറക്കിയ ശേഷം ആ കാർ തിരികെ പോയി. ഹോട്ടലിൻ്റെ ഒരു മൂലയ്ക്കുള്ള സാധാരണ ഡബിൾ റൂമിലേക്ക് പ്രൊഡക്ഷൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഒറ്റപ്പെട്ട റൂം, AC ഇല്ല, TV ഇല്ല, ഫോണില്ല. ഇത് എക്സ്ട്രാ നടികൾക്കുള്ള റൂമാണ്. കൃഷ്ണമ്മ നയോമിയോട് പറഞ്ഞു, നീ തന്നെയാ എല്ലാം വരുത്തി വെച്ചത്. വരുത്തി വെച്ചെങ്കിൽ ഇത് മാറ്റാനും എനിക്കറിയാം. നയോമി പകൽ മുഴുവനും കിടന്നുറങ്ങി. രാത്രി 8 മണിയോടെ ബാത്റൂമിൽ കയറി കുളിച്ചു. തിരിച്ചിറങ്ങി വന്നപ്പോൾ മുറിയിൽ മഹീന്ദ്രൻ, മാർട്ടിൻ എന്നിവരും നയോമിക്ക് പരിചയമില്ലാത്ത 2 പേരും ഇരിക്കുന്നത് കണ്ടു. വാതിൽ അടച്ചിരിക്കുന്നു. നയോമി കൃഷ്ണമ്മയെ നോക്കി. മുറിയിലെങ്ങുമില്ല. തൻ്റെ മൊബൈൽ ഫോണിനായി മുറിയിൽ കണ്ണോടിച്ചു. അതും കാണാനില്ല.